ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? മിനിമലി കണക്റ്റഡ് ഗ്രാഫിനെ കുറിച്ച് പഠിച്ചല്ലേ? ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഒരു തിയറം ഉണ്ട്. എന്താ തിയറം പറയുന്നത്? എ ഗ്രാഫ് ഈസ് എ ട്രീ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് മിനിമലി കണക്റ്റഡ്. അപ്പോൾ ഇത് ഇവിടെ നോക്കിക്കേ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് വന്നല്ലേ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആദ്യം തൊട്ടേ അറിയാവുന്ന കാര്യമല്ലേ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മൾ അസ്യൂം ചെയ്യും, ഇത് പ്രൂവ് ചെയ്യും, പിന്നെ ഇത് അസ്യൂം ചെയ്യും, ഇത് പ്രൂവ് ചെയ്യും അല്ലേ? ഇപ്പം ഞാൻ ഈ പ്രൂഫെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പ്രൂഫ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം ഞാനിപ്പോൾ കൂടെ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്കിനിപ്പോൾ സമയവും ഇല്ല, സമയം വളരെ കുറവാണ്, എക്സാംസ് ആയില്ലേ. അപ്പോൾ ഞാൻ ഈ തിയറംസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ജി എന്ന് പറയുന്നൊരു ട്രീ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാൻ പോവാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാം? അതൊരു മിനിമലി കണക്റ്റഡ് ഗ്രാഫാണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. അപ്പോൾ ഈ ഗ്രാഫ് ഈസ് എ ട്രീ നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലേ? അപ്പോൾ എനിക്ക് അതേപോലെ എഴുതാമല്ലേ, ജി ബി എ ട്രീ. അപ്പോൾ ജി ട്രീ ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീ എന്ന് പറയുന്നത് ഒന്നാമത്തത് അത് കണക്റ്റഡ് ആയിരിക്കും അല്ലേ? രണ്ടെന്താണ്? അതിൽ സൈക്കിൾസ് ഒന്നും കാണില്ല, നോ സൈക്കിൾസ് അല്ലേ? അപ്പോൾ ട്രീ എന്ന് പറയുന്ന ഒരു കണക്റ്റഡും അതിൽ സൈക്കിൾസ് ഇല്ല എന്ന് നമുക്കറിയാവേ. അതങ്ങ് എഴുതിയാൽ മതി, ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ് വിത്ത് നോ സൈക്കിൾ. പിന്നെ ട്രീയെ കുറിച്ച് നമുക്ക് വേറൊരു കാര്യം അറിയാം. എന്താ? ഇപ്പോൾ ദേ ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ നിങ്ങൾ, ഏത് രണ്ട് വേർട്ടീസസ് എടുത്താലും അതിൻ്റെ ഇടയ്ക്ക് ഒരു പാത്തേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? മിനിമലി കണക്റ്റഡ് ഗ്രാഫ് എന്നാ. ഈ മിനിമലി കണക്റ്റഡ് ഗ്രാഫിൻ്റെ പ്രത്യേകത എന്തുമായിരുന്നു? അതായത് ഞാനൊരു എഡ്ജ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അത് എന്താവണം? ഡിസ്കണക്റ്റ് ആയി പോകണം. നമ്മൾ ട്രീയെ നോക്കുമ്പോഴത്തേക്ക് ട്രീയുടെ ഇടയ്ക്കെല്ലാം എന്തേ ഉള്ളൂ? ഒരേ ഒരു പാത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു എഡ്ജല്ലേ ഉള്ളൂ. അപ്പോൾ ആ എഡ്ജ് റിമൂവ് ചെയ്താൽ എന്തായാലും അത് ഡിസ്കണക്റ്റ് ആവുമെന്ന് അറിയാവേ. അതെന്താണ്? മിനിമലി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? നമ്മൾ ഫസ്റ്റ് പഠിച്ച തിയറം, ട്രീയുടെ പ്രോപ്പർട്ടീസ് എന്നും പറഞ്ഞ് കുറച്ച് തിയറം പഠിച്ചില്ലായിരുന്നോ? അത് വെച്ചിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ട്, സിൻസ് ജി ഈസ് എ ട്രീ ദെയർ എക്സിസ്റ്റ് ഓൺലി വൺ ആൻഡ് ഓൺലി വൺ പാത്ത് ബിറ്റ്വീൻ എനി ടു വേർട്ടീസസ്. ഇത് നമ്മൾ പഠിച്ച തിയറം അല്ലേ? അപ്പോഴത്തേക്ക് ഒരു ട്രീ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കെല്ലാം ഒരേ ഒരു പാത്തേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു എഡ്ജ് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എഡ്ജ് ഞാൻ റിമൂവ് ചെയ്യുകയെന്ന് വെച്ചോ, ഈ എഡ്ജ് റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫ് എങ്ങനെ ആയി മാറും? ഇങ്ങനെ ആയി മാറും അല്ലേ? അപ്പോൾ ഇഫ് ഈ ഡെലീറ്റ് ആൻ എഡ്ജ് ഈ ഡിസ്കണക്ട് ദ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് ഡിസ്കണക്ട് ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതല്ലേ? ഏതെങ്കിലും ഒരു എഡ്ജ് ഞാൻ റിമൂവ് ചെയ്യുവാണെങ്കിൽ അത് ഡിസ്കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് മിനിമലി കണക്റ്റഡ് എന്ന് പറയാം. ഞാൻ ഇവിടെ ഒരു എഡ്ജ് റിമൂവ് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഞാൻ ഈ എഡ്ജ് റിമൂവ് ചെയ്താലും ഏത് എഡ്ജ് റിമൂവ് ചെയ്താലും ഇത് എന്തായിരിക്കും? ഒരു മിനിമലി കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ ദെയർഫോർ ജി ഈസ് എ മിനിമലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. നമ്മൾ ആദ്യത്തെ പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി എനിക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ലേ? അപ്പോൾ ഇനി ഞാൻ മിനിമൽ ആണെന്ന് പറയും, എന്നിട്ട് അത് ട്രീ ആണെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അപ്പം ഞാൻ അതിൻ്റെ കോൺവേഴ്സ് എടുക്കുക. കോൺവേഴ്സിൽ ആദ്യം ഞാൻ പറയുക അല്ലെ, ജി ബി എ മിനിമലി കണക്റ്റഡ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ജി ഒരു ട്രീ ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം അല്ലേ? അപ്പോൾ ട്രീ ആണെന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ട്രീ ആവണമെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു? കണക്റ്റഡ് ആയിരിക്കണം, സൈക്കിൾസും കാണാൻ പാടില്ല. അത് ആദ്യത്തെ കണ്ടീഷൻ ഇല്ലേ? അതിൽ ആദ്യത്തെ കണ്ടീഷൻ കണക്റ്റഡ്, അത് സാറ്റിസ്ഫൈ ചെയ്തു. കാരണം എന്താ? ഇവിടെ മിനിമലി കണക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയാണ്. അപ്പോൾ ജി ഈസ് എ കണക്റ്റഡ് ഗ്രാഫ്, അതെനിക്ക് കിട്ടി. ഇനി എനിക്ക് രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? അതിൽ സൈക്കിൾസ് ഇല്ല എന്നല്ലേ? അത് ഞാൻ ഇനി പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ സോ വി ഹാവ് ടു പ്രൂവ് ജി ഹാസ് നോ സൈക്കിൾസ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ എപ്പോഴത്തെയും പരിപാടി എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഞാനങ്ങ് അസ്യൂം ചെയ്യും അല്ലേ? അപ്പം ഞാൻ ഇവിടെ പറയാം, അസ്യൂം ജി ഹാസ് എ സൈക്കിൾ. എനിക്ക് സൈക്കിൾസ് ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഞാനൊരു അസംഷൻ എടുക്കുവാണ്, ജീന് എന്താണ്? ഒരു സൈക്കിൾ ഉണ്ട് എന്ന്. അപ്പോൾ സൈക്കിൾ ആകുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം അല്ലേ? ഇപ്പം നോക്കിക്കേ, ഞാനിങ്ങനെ ഒരു സൈക്കിൾ എടുക്കുക. ഇതൊരു സൈക്കിളല്ലേ? ഇപ്പോൾ ഈ സൈക്കിളിൻ്റെ പ്രത്യേകത എന്താ? സൈക്കിളിൽ നിന്ന് ഞാനൊരു എഡ്ജ് റിമൂവ് ചെയ്താൽ അതൊരിക്കലും ഡിസ്കണക്റ്റ് ആവില്ലല്ലേ? ഇപ്പം നോക്കിയാൽ ഞാൻ ഇത് റിമൂവ് ചെയ്താൽ ഇത് ഡിസ്കണക്റ്റ് ആവില്ല. ഇത് ഇത്രയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ഇത് റിമൂവ് ചെയ്താൽ ഇത് ഇത്രയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ സൈക്കിൾ ആണെങ്കിൽ അതെന്തായിരിക്കും? അതൊരിക്കലും ഡിസ്കണക്റ്റ് ആവില്ല. ഏതെങ്കിലും ഒരു എഡ്ജ് ഞാൻ ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്യുവാണെങ്കിൽ ഈ ഗ്രാഫ് എന്താവില്ലെന്നാണ് പറയുന്നത്? ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അസംഷന് ഒരു കോൺട്രഡിക്ഷൻ ആണ്. ഞാനിവിടെ അസ്യൂം ചെയ്തത് ഒരു സൈക്കിളുണ്ട്, അതിൽ നിന്ന് ഞാനൊരു എഡ്ജ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അത് ഡിസ്കണക്റ്റ് ആവില്ല.
പക്ഷേ നമ്മൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കിക്കുക, മിനിമലി കണക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. മിനിമലി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഏതെങ്കിലും ഒരു എഡ്ജ് റിമൂവ് ചെയ്താൽ അത് ഡിസ്കണക്റ്റ് ആവും. ഇതിന് ഒരു കോൺട്രഡിക്ഷൻ ആയില്ലേ ഇത്? അപ്പം വിച്ച് കോൺട്രഡിക്സ് ദ അസംഷൻ ജി ഈസ് മിനിമലി കണക്റ്റഡ്. നമ്മൾ ജി ഈസ് മിനിമലി കണക്റ്റഡ് എന്ന് എടുത്തതിന് ഒരു കോൺട്രഡിക്ഷൻ വന്നു. വിച്ച് ഇംപ്ലൈസ് ജി ഹാസ് നോ സൈക്കിൾ. അതിനർത്ഥം എന്താണ്? ഞാൻ ഈ എടുത്ത അസംഷനില്ലേ ജിക്ക് സൈക്കിൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ അസംഷൻ തെറ്റാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ജി ഹാസ് നോ സൈക്കിൾ. അപ്പോൾ രണ്ട് കണ്ടീഷനും ട്രൂ ആയത്. കണക്റ്റഡ് ഗ്രാഫ് ആണെന്നതും കിട്ടി, നോ സൈക്കിൾ ആണെന്ന് കിട്ടി. കണക്റ്റഡ് ഗ്രാഫും ആണ്, നോ സൈക്കിളും ആണെങ്കിൽ ജി എന്തായിരിക്കും? ഒരു ട്രീ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മിനിമലി കണക്റ്റഡ് ഗ്രാഫിൻ്റെ തിയറം. അടുത്തൊരു തിയറം നോക്കിക്കേ. എനി ട്രീ വിത്ത് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 പെൻഡന്റ് വെർട്ടെക്സ്. അപ്പോൾ ഈ പെൻഡന്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി 1 ഉള്ള വെർട്ടിസസിനെ അല്ലേ നമ്മൾ പെൻഡന്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, പെൻഡന്റ് വെർട്ടെക്സിന് ഒരു എക്സാമ്പിൾ നോക്കി. ഇപ്പം ഞാനിങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാം. അപ്പം ഇതെന്താണ്? ഇതിൻ്റെയൊക്കെ ഡിഗ്രി 1 ആണല്ലേ. അപ്പോൾ ഈ ഡിഗ്രി 1 ഉള്ള വെർട്ടെക്സ് ഒക്കെ എന്തായിരിക്കും? പെൻഡന്റ് വെർട്ടെക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ തിയറം എന്താണ്? എനി ട്രീ വിത്ത് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 അല്ലെങ്കിൽ 2ൽ കൂടുതലോ ട്രീ ഉള്ള 2 വെർട്ടിസസിന് എന്ത് കാണുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 2 2ൽ കൂടുതലോ ഉള്ള പെൻഡന്റ് വെർട്ടിസസ് കാണുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. അപ്പോൾ ഈ തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുക, ലെറ്റ് ടി ബി എ ട്രീ. ടി എന്ന് പറയുന്നൊരു ട്രീനെ ഞാൻ അസ്യൂം ചെയ്തു. എന്നിട്ട് അതിന് എത്ര വെർട്ടിസസ് കാണും? n വെർട്ടിസസ് കാണും. ആ n എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് ഞാൻ എടുക്കുക. അപ്പോൾ ഞാൻ ഇനി ഇവിടെ എടുക്കുക, ലെറ്റ് പി ബി നമ്പർ ഓഫ് പെൻഡന്റ് വെർട്ടെക്സ്. നമുക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും എടുക്കാം. പെൻഡന്റിന് പി ആയതുകൊണ്ട് ഞാൻ ഇവിടെ പി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അത് V1 V2 V3 അപ് ടു VP എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ഇനി ഇതേ ഈ ഫിഗർ നോക്കിക്കേ, ഇത് രണ്ടും എന്താണ്? ഇവിടെ പെൻഡന്റ് വെർട്ടെക്സ് ആണല്ലേ. ഇനി ഞാൻ പറയാം, ഇവിടെ ഇപ്പം ടോട്ടൽ എത്ര വെർട്ടെക്സ് ഉണ്ട്? 4 വെർട്ടെക്സ് ഉണ്ട്. പെൻഡന്റ് വെർട്ടെക്സ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ആ 4 വെർട്ടെക്സിൽ നിന്ന് ഈ 2 പെൻഡന്റ് വെർട്ടെക്സ് ഞാൻ മൈനസ് ചെയ്താൽ ബാക്കി എനിക്ക് 2 വെർട്ടെക്സ് ഉണ്ടല്ലേ. ഈ 2 വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും? 1 ആയിരിക്കില്ല. കാരണം ടോട്ടൽ വെർട്ടെക്സ് ചെയ്ത് ഞാൻ ഈ പെൻഡന്റ് വെർട്ടെക്സ് റിമൂവ് ചെയ്തു. ബാക്കി വരുന്നത് ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സുമാണ്. അപ്പോൾ ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്താണ്? 2 ആണ്. ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അതനുസരിച്ച് ജനറലി ഞാൻ പറയുകയാണ്, ഇവിടെ n വെർട്ടെക്സ് ആണെങ്കിൽ വെർട്ടെക്സിൽ നിന്ന് ഞാൻ പി എന്ന് പറയുന്ന പെൻഡന്റ് വെർട്ടെക്സ് ഞാൻ സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ ആണെങ്കിൽ ബാക്കി വരുന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം പറയുക, ദ റിമൈനിങ് n - p vertices have degree at least 2. അറ്റ്ലീസ്റ്റ് 2 കാണും കേട്ടോ. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 2ഓ 2ൽ കൂടുതലോ കാണും. അപ്പം ഞാൻ പെൻഡന്റ് വെർട്ടെക്സ് എന്തോന്നാണ് പറഞ്ഞത്? V1 V2 V3 അപ് ടു VP വരെ പെൻഡന്റ് വെർട്ടെക്സ് അല്ലേ. ബാക്കിയുള്ള വെർട്ടെക്സിന് ഞാൻ പേര് കൊടുക്കണ്ടേ? റിമൈനിങ് വെർട്ടെക്സിന് ഞാൻ പേര് കൊടുക്കുന്നത് VP+1 VP+2 അപ് ടു എന്ത് വരെ? VN വരെ അല്ലേ. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് 2 ആണ്. അപ്പോൾ ഹാസ് ഡിഗ്രി അറ്റ്ലീസ്റ്റ് 2 ആയിരിക്കും. ഇനി ഞാനിവിടെ വേറൊരാളെ കൊണ്ടുവരാൻ പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ആരാ? ബൈ ഹാൻഡ് ഷേക്കിംഗ് തിയറം. ഹാൻഡ് ഷേക്കിംഗ് തിയറം ഒക്കെ ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഹാൻഡ് ഷേക്കിംഗ് തിയറത്തിൽ എന്തായിരുന്നു ഇക്വേഷൻ? സമ്മേഷൻ ഡി ഓഫ് വി ഐ ഈസ് ഈക്വൽ ടു 2E അല്ലേ. സമ്മേഷൻ ഡി ഓഫ് വി ഐ ഈസ് ഈക്വൽ ടു 2E എന്ന് പറയുന്ന ഇക്വേഷനെ ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ സമ്മേഷൻ ഡി ഓഫ് വി ഐ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് ഇവിടെ എന്തൊക്കെയുണ്ട്? പെൻഡന്റ് വെർട്ടെക്സും ഉണ്ട്, റിമൈനിങ് വെർട്ടെക്സും ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to p ഡി ഓഫ് വി ഐ. ഇതാരെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്? ഇത് പെൻഡന്റ് വെർട്ടെക്സിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഇനി എനിക്ക് ആരെക്കുറിച്ചുള്ളത് വേണം? റിമൈനിങ് ആയിട്ടുള്ളത്. റിമൈനിങ് ഉള്ളവരെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് P+1 P+2 എന്ന് പറഞ്ഞാലേ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അപ്പം റിമൈനിങ് ഉള്ളവരെ എനിക്ക് എങ്ങനെയാണ്? പ്ലസ് സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു P+1 അപ് ടു എവിടെ വരെയാണ്? N വരെ അല്ലേ. ഇവിടെ നോക്കിക്കേ, V1 തൊട്ട് P വരെ. അതാണ് ഞാൻ ഇവിടെ 1 to P കൊടുത്തത്. ഇവിടെ
p+1 തൊട്ട് n വരെയാണല്ലേ. അപ്പോൾ അതെ i is equal to p+1 to n DOVI is equal to 2e എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ ഈ പെൻഡൻറ്റ് വെർട്ടക്സിൻ്റെ ഡിഗ്രി 1 ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിതിനെ എങ്ങനെ എഴുതാം? 1+1+1+ അപ് ടു 1 വരെ എഴുതാം അല്ലേ. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം വന്നേക്കുന്നത്? p ടൈംസ് ആണ് വന്നേക്കുന്നത്, p ടൈംസ്. ഇനി ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഡിഗ്രിയൊക്കെ 2 2ൽ കൂടുതലോ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ 2+2+2 അപ് ടു 2 വരെ എഴുതി. ഇത് എത്ര പ്രാവശ്യം വന്നേക്കുന്നത്? n- എത്ര പ്രാവശ്യം? ഇത് p ടൈംസ് വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? n- p ടൈംസ് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ഈ 2നെ ഞാൻ ഇവിടെ എഴുതുക. എന്നിട്ട് ഈ 1+1+1 എന്ന് എഴുതി നിൽക്കുന്നില്ലേ, അതിനെ ഞാൻ എന്ത് എഴുതുകയാണ്? p എന്ന് എഴുതി, p എന്ന് റെപ്രസെൻ്റ് ചെയ്തു. എന്നിട്ട് ബാക്കി ഈ 2+2+2 ഉണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ഒരു 2നെ അങ്ങ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. എന്നിട്ട് 1+1+1+ അപ് ടു 1 ഇങ്ങനെ എഴുതി. ഇനി നോക്കിക്കേ, നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് 2 എന്നല്ലേ ഡിഗ്രി. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പം ഞാൻ ഇവിടെ കൊടുക്കേണ്ട സിമ്പിൾ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണല്ലേ. അപ്പോൾ ഇനി ഞാൻ ഇതിനെ എങ്ങനെ എഴുതും? അപ്പോൾ 2e ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p+2 ഇൻറ്റു നമ്മുടെ ഈ എന്താ പറയുക, റിമൈനിങ് ആയിട്ടുള്ള വേർട്ടീസസ് എത്ര പ്രാവശ്യം വന്നു എന്നാണ് പറയുന്നത്? n- p ടൈംസ് അല്ല. അപ്പോൾ 2 ഇൻറ്റു n- p എന്ന് വരും അല്ലേ. ഇനി എനിക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2e ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p+2n - 2p എന്ന് വരും അല്ലേ. പിന്നെ നോക്കിക്കേ, ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ജാണ്. അപ്പോൾ ഒരു ട്രീക്ക് എന്താണ്? n വെർട്ടസസ് ഉള്ള ട്രീക്ക് n-1 എഡ്ജാണെന്ന് അറിയാമല്ലേ. അപ്പോൾ ഇക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? n-1 എന്ന് കൊടുക്കുകയാണ്. n-1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എന്താണ്? p-2p ഉണ്ട്. അപ്പോൾ 2n - p വരും അല്ലേ. 2n - p. ഇനി ഞാൻ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അപ്പം 2n - 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2n - p എന്ന് വരും. ഇനി നോക്കിക്കേ, ഇവിടുത്തെ ഈ 2n ഇവിടുത്തെ 2n എനിക്ക് ക്യാൻസലാക്കി കളയാം. അപ്പോൾ എങ്ങനെ വരും? -2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -p എന്ന് വരും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സൈൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇന്നിക്വാളിറ്റീനെ എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു p എന്ന് എഴുതാം. അതിനർത്ഥം എന്താണ്? p എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടി? നമ്പർ ഓഫ് പെൻഡൻറ്റ് വെർട്ടക്സ്. നമ്പർ ഓഫ് പെൻഡൻറ്റ് വെർട്ടക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് കിട്ടി. അപ്പോൾ ദെയർഫോർ തിയറം എന്തായി? തിയറം പ്രൂവ്ഡ് എന്ന് പറയാം അല്ലേ. നോക്കിക്കേ, ഇവിടെ എന്ത് ചെയ്തു? ഈ 2n ഞാൻ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് -2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -p ആണ്. ഇവിടെ നെഗറ്റീവ് വന്നുകൊണ്ട് ഈ ഇന്നിക്വാളിറ്റി എനിക്ക് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു p. അതിനർത്ഥം എന്താണ്? p എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് പെൻഡൻറ്റ് വെർട്ടിസസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടി. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതല്ലേ. നോക്കിക്കേ, എ ട്രീ വിത്ത് അറ്റ്ലീസ്റ്റ് 2 വെർട്ടിസസിന് അറ്റ്ലീസ്റ്റ് 2 പെൻഡൻറ്റ് വെർട്ടിസസ് കാണണമെന്നായിരുന്നു എൻ്റെ തിയറം. അപ്പോൾ ഈ തിയറം എന്തായി? പ്രൂവ് ആയി അല്ലേ.